ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡെസേർട്ട് ഐറ്റമാണ്. നമ്മൾ ഗ്രേപ്സ് വെച്ചുള്ള ഒരു ഡെസേർട്ട് ഐറ്റമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഗ്രേപ്സും പഞ്ചസാരയും ഒന്ന് തിളപ്പിച്ചെടുക്കണം, അതിൻ്റെ ജ്യൂസ് എടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഞാൻ ഒരു കപ്പ്, അതായത് ഒരു 200 ഗ്രാം ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. അതിന് മധുരം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഇനി കണ്ടൻസ് മിൽക്ക് അടുത്ത ഫിൽറ്റർ ചെയ്തതിന് ശേഷമുള്ള ഇതിൽ ചേർക്കും. അപ്പോൾ ഇപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ മധുരം ഇപ്പോൾ ചേർക്കാനായിട്ട്. ഇനി ഇത് ഒരു പാൻ എടുത്ത് ഈ 200 ഗ്രാം ഗ്രേപ്സ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഗ്രേപ്സ് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കഴുകിയ ഗ്രേപ്സാണ്, കഴുകിയെടുത്തതാണ്. അത് ഇതിലേക്ക് ഞാൻ ഫുൾ ഇട്ട് കൊടുത്ത്, എന്നിട്ട് ഞാനിപ്പോൾ ഇതിൽ 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. നല്ല മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പം ഇതൊരു മിനിമം റേഞ്ചിൽ ഇപ്പോൾ ഇട്ടാൽ മതി. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് ഇതിൽ മധുരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ നിന്നാൽ മതി. ഗ്യാസ് കത്തിച്ച് ഞാൻ ഈ പാൻ ഇപ്പോൾ ഇതിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തിളച്ച് വരണം. ഇനി തിളച്ച് ഇതിൻ്റെ തൊലിയെല്ലാം സെപ്പറേറ്റ് ആയി വരണം. ഒരു 5 മിനിറ്റോളം ഇത് നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കണം. നല്ലതുപോലെ ഇത് തിളച്ച് വരുന്നുണ്ട്. രണ്ട് തൊലിയെല്ലാം പോകുന്നുണ്ട്. ഒന്നും കൂടി ഗ്രേപ്സ് എല്ലാം ഒന്നും കൂടി ഒന്ന് വെന്ത് വരണം. അതിൻ്റെ ജ്യൂസ് ഫുള്ള് നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഗ്രേപ്സ് കുറച്ചുകൂടെ ഒന്ന് നല്ല പോലെ വെന്ത് വരണം. ഗ്രേപ്സ് ഫുള്ള് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു 2-3 മിനിറ്റ് തിളച്ചാൽ മതി. അപ്പോഴേക്ക് ഇതാവും. എന്നിട്ട് നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. എന്നിട്ട് പഞ്ഞി പോലെ ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിനി ഇതങ്ങ് ഗ്യാസ് ഓഫ് ആക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ തണുത്തതിന് ശേഷം നമുക്കിത് കൈ കൊണ്ട് പിഴിഞ്ഞെടുത്താൽ മതി. ഗ്രേപ്സ് എല്ലാം നമ്മൾ തണുത്തതിന് ശേഷം അത് ഫിൽറ്റർ ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സിയിൽ അടിക്കേണ്ട കാര്യമില്ല. ഒരു തവി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അത് ഫുള്ള് അതിൻ്റെ നീര് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് അത് ഫിൽറ്റർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഒരു 3 സ്പൂൺ കോൺഫ്ലവറാണ്. ഈ കോൺഫ്ലവർ നേരിട്ട് ഇതിലേക്ക് ഒഴിക്കരുത്. നമുക്കത് കോൺഫ്ലവർ ആദ്യം ഇതിൻ്റെ ജ്യൂസിൽ കോൺഫ്ലവർ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ജ്യൂസ് 2-3 സ്പൂൺ ഇതിലേക്ക് ഒഴിക്കാം. നമുക്കൊരു പാനിലേക്ക് ഇതിനെ മാറ്റി ഫുള്ള് മിക്സ് ചെയ്തിട്ട് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഗ്യാസ് കത്തിച്ച് പാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. നല്ല പെട്ടെന്ന് ഇതാവും. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. പെട്ടെന്ന് കുറുകി വരും. ഇത് കുറുകി വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് കണ്ടൻസ് മിൽക്ക് അതായത് മിൽക്ക് മെയ്ഡ് ആണ് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ആദ്യമേ നമ്മൾ മധുരം കൂട്ടി പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് അത് എത്ര ഒഴിക്കുമ്പോഴത്തേക്ക് എത്രയാണെന്ന് അറിയത്തില്ല, കൂടിപ്പോകും മധുരം. അതുകൊണ്ടാണ് ആദ്യം കുറച്ച് മധുരം ഒഴിച്ച് പഞ്ചസാര ഇട്ട് ഇതിന് തിളപ്പിച്ച് ഫിൽറ്റർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മധുരം ചേർക്കാം. അത് എത്രത്തോളം മധുരം വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടുത്തെ മധുരത്തിനനുസരിച്ചാണ് ചേർക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. മിൽക്ക് ചേർത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്യണം. അപ്പോൾ കളർ ചെറുതായിട്ടൊന്ന് മാറും, പക്ഷെ കുഴപ്പമില്ല, അത് പെട്ടെന്ന് മിക്സ് ആയിപ്പോകും. ഇനിയിപ്പോൾ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പഞ്ചസാര ആ ടൈമിൽ പഞ്ചസാര എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഒരു ചെറിയ പീസ് ബട്ടർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് മതി. അത് ഇതിൽ ഇട്ട് കൊടുത്താൽ നല്ല ഷൈനിങ് ഒക്കെ കിട്ടും. നമ്മുടെ മിക്സ് ഏകദേശം ആയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തുമ്പോൾ നമുക്കങ്ങ് ഓഫ് ആക്കാം ഗ്യാസ്. നമ്മുടെ ഗ്രേപ്പ് ഡെസേർട്ട്
റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഫുള്ള് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 7 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചേക്കണം. ഒരു 6 മണിക്കൂർ മിനിമം വെച്ചേക്കണം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കി ഗാർണിഷിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇതിപ്പോൾ 6 മണിക്കൂറല്ല, നമ്മൾ 24 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ് ഈ ഡെസേർട്ടിൻ്റെ ഈ ഗ്രേപ്സിൻ്റെ ഈ മിക്സ്. 24 മണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. പിന്നെ ഇത് നമ്മൾ പൗഡേർഡ് ഷുഗറാണ്, അതായത് പഞ്ചസാര പൊടിച്ചെടുത്തത്. പിന്നെ ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് തേങ്ങ നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം ഡ്രൈ ആക്കി എടുത്തതാണ്. ഇത് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ ഇത് വന്നിട്ട് നട്ട്സ് പൊടിച്ചതാണ്. ഇനി നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ഗ്രേപ്പ് ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.